ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയാണ്. അതിൽ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പാർട്ട് 2 ഫസ്റ്റ് പാർട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. മൾട്ടിപ്ലെക്സിംഗ്. Multiplexing is a technique used to combine multiple signals and transmit the combined signal over a ട്രാൻസ്മിഷൻ മീഡിയം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ നമ്മൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ സിഗ്നൽസ് നമുക്ക് ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ മൾട്ടിപ്പിൾ സിഗ്നൽസിനെ കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ സിഗ്നലാക്കി മാറ്റി ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മൾട്ടിപ്ലെക്സിംഗ്. Multiplexing reduces the number of physical connections or wireless channels to transmit the multiple signals, as it combines the signals and sends it over a single transmission medium. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ആണ്, നമുക്ക് നമ്പർ ഓഫ് ഫിസിക്കൽ കണക്ഷൻസ് റെഡ്യൂസ് ചെയ്തിട്ട് ഈ മൾട്ടിപ്പിൾ സിഗ്നൽസിനെ സിംഗിൾ സിഗ്നലാക്കി മാറ്റി ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ഫിസിക്കൽ കണക്ഷൻസ് ഓർ വയർലെസ് ചാനൽസ്. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ സർവീസസ്. ബാൻഡ്വിഡ്ത്ത് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ എഫക്റ്റീവ് മാനർ. ഇതൊക്കെയാണ് മൾട്ടിപ്ലെക്സിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൾട്ടിപ്ലെക്സർ ആൻഡ് ഡീമൾട്ടിപ്ലെക്സർ. എന്താണ് മൾട്ടിപ്ലെക്സർ, എന്താണ് ഡീമൾട്ടിപ്ലെക്സർ? മൾട്ടിപ്ലെക്സിങ് നടത്താൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. മക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഡീമൾട്ടിപ്ലെക്സർ. Multiplexer is a combinational circuit that has 2n input signal lines and a single output line. മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. അതിനകത്ത് 2n ഇൻപുട്ട് സിഗ്നൽസ് ലൈൻസ് കാണും, എന്നാൽ ഔട്ട്പുട്ടായിട്ട് പോകുമ്പോൾ ഒറ്റ ലൈനെ കാണുകയുള്ളൂ. എന്നാൽ ഡീമൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ ഡീമക്സ് എന്ന് പറഞ്ഞാൽ Demultiplexer does exactly opposite of multiplexing. It receives a single input signal and generates 2 output signals. Multiplexer is used as the source to combine the multiple input signals, while demultiplexer is used at the receiving side to generate the multiple signals from the received signal. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നതിന് മക്സും ഡിമക്സും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇൻപുട്ട് സിഗ്നൽസ് കാണും. ഇതിനെ ഈ മക്സിലൂടെ കടത്തിവിട്ട് ഒറ്റ ഔട്ട്പുട്ട് ലൈനായിട്ട് മാറ്റും. എന്നാൽ ഡീമൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റാണ്. ഇത് ഒരു ഇൻപുട്ട് സിഗ്നലിനെ വാങ്ങിയിട്ട് ഔട്ട്പുട്ടിൽ ഒരുപാട് സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യും. ഇതാണ് മക്സും ഡിമക്സും. അപ്പോൾ ഇതിൻ്റെ ഫിഗർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. മക്സ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇൻപുട്ട് സിഗ്നൽസ് മൾട്ടിപ്പിളാണ്. 1 to n ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്, എന്നാൽ ഔട്ട്പുട്ട് സൈഡിൽ ഒറ്റ ലൈനേ ഉള്ളൂ. ഇതിനെ ഡിമക്സ് റിസീവ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഇതാണ് മക്സും ഡിമക്സും. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ്. There are 3 types of multiplexing techniques: frequency division multiplexing FDM, wavelength division multiplexing WDM, and time division multiplexing. ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് 2 ടൈപ്പ് ഉണ്ട്: സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഫ്രീക്വൻസി ഡിവിഷൻ, വേവ്ലെങ്ത് ഡിവിഷൻ ആൻഡ് ടൈം ഡിവിഷൻ. ടൈം ഡിവിഷൻ ഈസ് അഗെയിൻ ഡിവൈഡഡ് ബൈ 2, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ടൈം ഡിവിഷൻ. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസിൻ്റെ കേസിലാണ് കേട്ടോ. വെൻ ദ കാരിയർ ഈസ് ഫ്രീക്വൻസി FDM ഈസ് യൂസ്ഡ്. അപ്പം കാരിയറായിട്ട് വരുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആണ് നടത്തുന്നത്. FDM ഈസ് ആൻ അനലോഗ് ടെക്നോളജി. FDM divides the spectrum or carrier bandwidth in logical channels and allocates one user to each channel. അപ്പം അനലോഗ് ടെക്നോളജിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരിയർ ബാൻഡ് വിഡ്ത്തിനെ ഒരു ലോജിക്കൽ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ യൂസറിനും ഓരോ ചാനൽസിനെ കൊടുക്കും. ഈച്ച് യൂസർ ക്യാൻ യൂസ് ദ ചാനൽ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഹാസ് എക്സ്ക്ലൂസീവ് ആക്സസ് ഓഫ് ഇറ്റ്. All channels are divided in such a way that they do not overlap with each other.
അപ്പോൾ ഓരോ യൂസേഴ്സിനും ഓരോ ചാനൽ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഓവർലാപ്പിംഗ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. Channels are separated by guard bands. Guard band is a frequency which is not used by either channel. ഈ ഓരോ ചാനൽസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബാൻഡുണ്ട്. ആ ബാൻഡാണ് ഗാർഡ് ബാൻഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസിയാണ്. ഒരു ചാനൽസും ഇതിനെ യൂസ് ചെയ്യത്തൊന്നുമില്ല. അപ്പം ഫ്രീക്വൻസി ആണ് കാരിയറെങ്കിലാണ് നമ്മൾ FDM യൂസ് ചെയ്യുന്നത്. അതുപോലെ FDM അനലോഗ് ടെക്നോളജിയാണ്. ഫ്രീക്വൻസീസിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ യൂസേഴ്സിനും ഓരോ ചാനൽസ് കൊടുക്കുന്നു. ഈ യൂസേഴ്സിനെല്ലാം ഈ ചാനൽസ് സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ എക്സ് ആക്സിസിൽ നമുക്ക് ടൈമും വൈ ആക്സിസിൽ ഫ്രീക്വൻസീസും ഡിനോട്ട് ചെയ്യാം. ഈ ഫ്രീക്വൻസീസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചാനൽസ് ആക്കുന്നു. എന്നിട്ട് ഓരോ ചാനൽസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ചാനൽസും ഓരോ യൂസേഴ്സിൻ്റെ ആകാം. ഇത് യൂസർ 1, ഇത് യൂസർ 2, ഇത് യൂസർ 3. ഇപ്പോൾ ഓരോ യൂസറിനും ഈ യൂസർ 1ന് ഈ ചാനൽ മാത്രം ആക്സസ് ചെയ്താൽ മതി. അതേപോലെ യൂസർ 2ന് ഈ ചാനൽ മാത്രം നോക്കിയാൽ മതി. യൂസർ 3ക്ക് ഈ ഒരു ചാനൽ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഈ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അനലോഗും ആയിരിക്കും. ഓരോന്നും അനലോഗ് സിഗ്നലായിരിക്കും. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു മൾട്ടിപ്ലെക്സിങ് ടെക്നിക്കാണ്. അതുപോലെ ഈസിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, ലെസ് എക്സ്പെൻസീവുമാണ്. അതുപോലെ FDM എന്ന് പറഞ്ഞാൽ റിലയബിൾ സിസ്റ്റമാണ് കമ്പയർഡ് ടു അതർ മൾട്ടിപ്ലെക്സിങ് സിസ്റ്റംസ്. This technique is mainly used for analog signals. It does not require synchronization between sender and receiver. This technique allows large number of signals to be transmitted simultaneously over a single transmission medium. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഈസിയാണ്, അതുപോലെ ലെസ് എക്സ്പെൻസീവാണ്, സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കുമാണ്. ഓക്കെ, ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. FDM യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് ടോക്ക് ഉണ്ടാകും. ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ഇൻ്റർഫറൻസ് ഉണ്ടാകുമ്പോൾ പറയുന്ന പേരാണ് ക്രോസ് ടോക്ക്. ക്രോസ് ടോക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ത്രൂപുട്ട് കുറവായിരിക്കും. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് സക്സസ്ഫുൾ മെസ്സേജ് ഡെലിവറി ഓവർ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയുള്ള സക്സസ്ഫുൾ മെസ്സേജ് ഡെലിവറിയുടെ റേറ്റാണ് ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ത്രൂപുട്ട് കുറവായിരിക്കും ഈ FDMന്. ഈ ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ ഫുൾ ബാൻഡ് വിഡ്ത്തും FDM യൂട്ടിലൈസ് ചെയ്യത്തില്ല. ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ ഫുൾ ബാൻഡ് വിഡ്ത്തും FDM യൂസ് ചെയ്യത്തില്ല. ഇതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ റേഡിയോ FM അല്ലേ, FM ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ 99.5, 99.6 അങ്ങനെ ഓരോ ചാനൽസ് കണ്ടിട്ടില്ല. അപ്പം ഇത് ഓരോന്നും ഫ്രീക്വൻസീസിൻ്റെ ബേസിലാണ് ഈ ചാനൽസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. Wavelength division multiplexing. Wavelength division multiplexing, commonly referred as WDM, is mainly used for fiber optic communications. ഇതും ഒരു അനലോഗ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസിലാണ്. In this technology, multiple signals are transmitted over a single fiber optic cable by using different wavelengths of laser light. ഈ ഒരു ടെക്നോളജിയിൽ മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ ആയിരിക്കും. ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉള്ള ലേസർ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ഒരു സിംഗിൾ ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇത് വേവ് ലെങ്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ലേസർ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ പോസിബിൾ ആയിരിക്കും. ബെറ്റർ സെക്യൂരിറ്റി ഓഫ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. WDM പ്രൊവൈഡ്സ് ഹയർ ബാൻഡ് വിഡ്ത്ത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ട്രാൻസ്മിറ്റഡ് സിഗ്നൽസ് കനോട്ട് ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ. WDM ഈസ് മോർ എക്സ്പെൻസീവ് കമ്പയർഡ് ടു FDM-ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ ഇത് വേവ് ലെങ്തിനെ ട്യൂൺ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് ഇതിൻ്റെ ഫിഗർ നോക്കാം.
ഇതൊരു മക്സും യൂസ് ചെയ്യുന്നുണ്ട്, demux യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വേവ് ലെങ്തിൻ്റെ ബേസിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് വരുന്ന സിഗ്നൽസ് ഈ മക്സിലൂടെ കടത്തിവിടും. എന്നിട്ട് ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് demux റിസീവർ സൈഡിൽ ഈ വേവ് ലെങ്സിനെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നു. നമുക്കവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്തിൽ ഉള്ള സിഗ്നൽസ് വരുന്നു. ഈ സിഗ്നൽസിനെ എല്ലാം കൂടി I1, I2, I3 ഈ സിഗ്നൽസിനെ എല്ലാം കൂടി ഇവിടെ ആഡ് ചെയ്യുന്നു. I1 + I2 + I3 ഇതിനെ ആഡ് ചെയ്തിട്ട് റിസീവർ സൈഡിൽ ഒരു demux യൂസ് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, പിന്നെയും സെപ്പറേറ്റ് ആക്കുന്നു. I2 ആൻഡ് I3 ഇതാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഇവിടെ വേവ് ലെങ്തിൻ്റെ ബേസിലാണ് മൾട്ടിപ്ലെക്സിങ് നടത്തുന്നത്. വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിന് ഡേറ്റ റേറ്റ് ഹൈ ആയിരിക്കും, അതുപോലെ ഫ്രീക്വൻസീസ് വെരി ഹൈ ആയിരിക്കും. സെൻറ്റർ സൈഡിൽ മൾട്ടിപ്ലെക്സറും റിസീവർ സൈഡിൽ ഡീമൾട്ടിപ്ലെക്സറുമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. നെക്സ്റ്റ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് TDM. ഇൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് മൾട്ടിപ്പിൾ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് അറ്റ് ദ സെയിം ഫ്രീക്വൻസി ബട്ട് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവൽ. നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ ടൈം സെയിം ആയിരുന്നു, എന്നാൽ ഫ്രീക്വൻസീസ് ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, സെയിം ഫ്രീക്വൻസിയിലായിരിക്കും വരുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലായിരിക്കും. ഈച്ച് യൂസർ ക്യാൻ ട്രാൻസ്മിറ്റ് ഡേറ്റ വിത്തിൻ ദ പ്രൊവൈഡഡ് ടൈം സ്ലോട്ട് ഓൺലി. ഓരോ യൂസറിനും അവരവരുടേതായ ഒരു ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ മാത്രമേ അവർക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ടൈപ്സ് നോക്കാം. സിങ്ക്രണസ് ടൈം ഡിവിഷനുണ്ട്, അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്. ഇനി ഓരോന്നും നോക്കാം. Synchronous time division multiplexing. In synchronous time division multiplexing, a time slot is assigned to each device irrespective of whether it is sending signal or not. ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സിഗ്നൽസിനെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ ടൈം സ്ലോട്ട് ഓരോ ഡിവൈസിലും അസൈൻ ചെയ്ത് കൊടുക്കും. സിഗ്നൽസ് വന്നാലും ഇല്ലെങ്കിലും അവർക്ക് ടൈം സ്ലോട്ട് കൊടുക്കും. If the connected device is not sending any signal, the time slot assigned to that device will remain empty and cannot be assigned to the other device on the network. അപ്പം കണക്റ്റഡ് ഡിവൈസിന് സിഗ്നലൊന്നും സെൻഡ് ചെയ്തില്ല. അപ്പം ഓരോ ഡിവൈസിനും ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഡിവൈസിനും ഓരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിവൈസ് സിഗ്നൽസ് ഒന്നും സെൻഡ് ചെയ്തില്ല എങ്കിൽ ടൈം സ്ലോട്ടിന് ആ ഡിവൈസിൻ്റെ ടൈം സ്ലോട്ട് എന്തായിരിക്കും, എംപ്റ്റി ആയിട്ട് അസൈൻ ചെയ്യും. അതുപോലെ അതിനെ പിന്നെ നമുക്ക് റീ അസൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല. മറ്റു ഡിവൈസിനോട്ട് അതിന് കൊടുക്കാനൊന്നും സാധിക്കത്തില്ല. സിഗ്നൽസ് സെൻഡ് ചെയ്തില്ലെങ്കിൽ ആ ടൈം സ്ലോട്ടിൽ എംപ്റ്റി ആയിരിക്കും. ഇൻ സിങ്ക്രണസ് ടൈം ഡിവിഷൻ സിഗ്നൽസ് ആർ സെൻഡ് ഇൻ ഫോം ഓഫ് ഫ്രെയിംസ്. സിഗ്നൽസ് ഫ്രെയിംസിൻ്റെ ഫോമിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇതാണ് സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഇതിലെന്താണ്, ഒരു ടൈം സ്ലോട്ട് ഓരോ ഡിവൈസിനും അസൈൻ ചെയ്ത് കൊടുക്കും. ഓരോ ഡിവൈസും ആ പർട്ടിക്കുലർ ടൈമിലായിരിക്കണം സിഗ്നൽസ് സെൻഡ് ചെയ്യാനുള്ളത്. ഇപ്പം ആ ഒരു കണക്റ്റഡ് ഡിവൈസ് സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടൈം സ്ലോട്ടിനെ നമ്മൾ എംപ്റ്റി ആയിട്ട് അസൈൻ ചെയ്യും. അത് മറ്റൊരു ഡിവൈസിനൊന്നും ആ ടൈം സ്ലോട്ട് കൊടുക്കാനും പറ്റില്ല. ഇവിടെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രെയിംസിൻ്റെ ഫോമിലുമായിരിക്കും. നമുക്ക് നോക്കാം, നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ എങ്ങനെയായിരുന്നു, എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ ഫ്രീക്വൻസിയും. ഇവിടെ അതേപോലെ തന്നെ, പക്ഷേ അവിടെ നമ്മൾ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്തില്ലേ, ഇവിടെ നമ്മൾ ടൈം ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടൈം സ്ലോട്ട് യൂസർ 1 അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിനായിരിക്കും, ഈ ഒരു ഇത് യൂസർ 2നും. ഇങ്ങനെയാണ് ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഇൻ അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ദ ടൈം സ്ലോട്ട്സ് ആർ നോട്ട് പ്രീ അസൈൻഡ്. ദ ടൈം സ്ലോട്ട്സ് ആർ അസൈൻഡ് ടു ഓൺലി ദോസ് ഡിവൈസ് വിച്ച് ഹാവ് ദ ഡേറ്റ ടു ബി സെൻഡ്. ഇവിടെ എന്താണ്, ടൈം സ്ലോട്ട് നമ്മൾ പ്രീ അസൈൻ ചെയ്യില്ല. ടൈം സ്ലോട്ട് ഏതെങ്കിലും ഒരു ഡിവൈസ് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും
അതിന് ടൈം സ്ലോട്ടിനെ കൊടുക്കുന്നത്. ദ ടൈം സ്ലോട്ട്സ് ആർ ഡൈനാമിക്കലി അസൈൻ ടു ദി ഡിവൈസ്. അപ്പം ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ടൈം സ്ലോട്ട് കൊടുക്കും. അതാണ് ഡൈനാമിക്കലിയാണ് അസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അൺലൈക്ക് സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, ദ അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക് ഫുള്ളി യൂട്ടിലൈസ് ദ കപ്പാസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. അപ്പോൾ അവിടുത്തെ പോലെയല്ല, ഇവിടെ എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ കപ്പാസിറ്റി ഫുള്ള് ഇത് യൂസ് ചെയ്യും അസിങ്ക്രണസ് ടൈം ഡിവിഷൻ ടെക്നിക്ക്. സിൻസ് slots are not pre-assigned to identify the source of data and address parties associated with the slot. അപ്പം സ്ലോട്ട്സ് നമ്മൾ പ്രീ അസൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ സോഴ്സിനെയും ഡേറ്റയും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ അഡ്രസ് പാർട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. മറ്റിടത്ത് പ്രീ അസൈൻ ചെയ്യും, ഇവിടെ ടൈം സ്ലോട്ട് പ്രീ അസൈൻ ചെയ്യത്തില്ല, ഡൈനാമിക്കലി അസൈൻ ടു ദി ഡിവൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മൾട്ടിപ്ലെക്സിങ് ടെക്നിക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആൻഡ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ടൈം ഡിവിഷൻ ഈസ് അഗെയിൻ ഡിവൈഡഡ് ബൈ 2 സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്